എല്ലാവരും ജാതകം പരിശോധിക്കാൻ ജ്യോത്സ്യൻ്റെ അടുത്ത് എത്തുമ്പോൾ ജ്യോത്സ്യൻ പറയും നിങ്ങൾക്ക് സർപ്പദോഷമുണ്ട് എന്ന്. എന്താണ് സർപ്പദോഷം? ഏതോ മഹാകാര്യം പോലെയാണ് എല്ലാവരും സർപ്പദോഷം 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 എന്ന് പറയുന്നത്. കർമ്മദോഷം തന്നെയാണ് സർപ്പദോഷം. എന്ത് ദോഷം ജാതകത്തിലുണ്ടോ അതെല്ലാം പൂർവജന്മ കർമ്മഫലമായിട്ട് അതാത് ഗ്രഹങ്ങൾ അതാത് സമയത്ത് ആ കർമ്മം പിടികൂടുമ്പോൾ ആ ദോഷവും നമ്മളെ മുറുകി പിടിക്കും. ദോഷം എന്ന് പറഞ്ഞാൽ കർമ്മം, മുൻജന്മ കർമ്മം, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. സർപ്പദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇടയും പിങ്കളയും എന്ന് പറഞ്ഞ രണ്ട് പാമ്പുകളുടെ രൂപത്തിൽ കാണുന്ന രണ്ട് നാഡികളുണ്ട്. ഈ നാഡികളെ പിണഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ ശ്വാസത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ ശരീരശുദ്ധി വരുത്തി പാപമോചനം നടത്തി അല്ലെങ്കിൽ കർമ്മദോഷങ്ങളെ അകറ്റി നിർത്തിയാൽ നമ്മൾ സർപ്പദോഷം ഇട്ടകലും. സത്കർമ്മധാരി, അതായത് കർമ്മം ശുദ്ധമാക്കുക. എപ്പോഴും സദാ നമ്മുടെ കർമ്മത്തിൽ അശുദ്ധി വരുന്നോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുക. ധർമാനുസാരിയായി കർമ്മം ചെയ്യുക. ധർമ്മത്തിൽ പിശക് വരാതെ ശ്രദ്ധിക്കുക. എവിടെ ധർമ്മം നോക്കുന്നു, അധർമ്മം നോക്കുന്നു, കർമ്മം നോക്കുന്നു, ശുദ്ധകർമ്മം നീചകർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഇവിടെ ഉള്ളത്. നമ്മൾ രാവിലെ ഉറക്കമുണർന്നാൽ വൈകുന്നത് വരെയും നമ്മുടെ പ്രവൃത്തികളിൽ ഒരു തെറ്റും സംഭവിക്കരുത് എന്ന് നമ്മൾ മുൻകൂട്ടി, അതായത് പെട്ടെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, നമ്മളത് ശീലിക്കേണ്ടതാണത്. അത് ശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഭക്തി. ഒരു ക്ഷേത്രത്തിലും പോകണ്ട, നമ്മുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കാൻ ശ്രമിക്കുക. 100% 916 ആയിരിക്കുക. ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും മനനത്തിലും കണ്ണുകൊണ്ടും നോട്ടം കൊണ്ടും ചെവിയിലും ഇന്ദ്രിയങ്ങളിലും ഒന്നും നമുക്ക് അശുദ്ധമായ കർമ്മം വരാൻ പാടില്ല. അതാണ് ഇന്ദ്രിയ വൈരാഗ്യം എന്നൊരു കൃതിയുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ഗുരുദേവൻ നമുക്ക് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് കൃതികൾ എഴുതി വെച്ചിട്ട് 64 കൃതികളുണ്ട്. അതെടുത്ത് വെച്ചൊന്ന് വായിക്കണം. പിന്നെ നമുക്ക് പുരാണങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ ഭഗവാൻ 700 ശ്ലോകങ്ങളിലൂടെ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ഉണ്ട് നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ളത്. ഇതൊന്നും നോക്കാതെ മൊത്തവും അകർമ്മം ചെയ്തും അധർമ്മം ചെയ്തും നാശത്തിന് പാത്രമായിട്ട് ജീവിച്ചിട്ട് പിന്നെ ഈ ജ്യോത്സ്യന്മാരെന്ത് പിടിച്ച് അവരതിലും വലിയ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ അടുത്ത് ചെന്നിട്ട് കാലാകാലങ്ങളിൽ പൂജ ചെയ്തും വീണ്ടും കർമ്മദോഷം പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ജ്യോത്സ്യനെ സമീപിക്കാതിരിക്കുക. ഞാൻ ഒരു ജ്യോതിഷിയായിരുന്നു. അറിവിനെ അറിഞ്ഞ് ജീവിതത്തിൽ സ്വായത്തമാക്കുക. കള്ള ജ്യോത്സ്യന്മാരുടെ അടുത്തൊന്നും സമീപിക്കാതിരിക്കുക. നമ്മൾ തന്നെ നമ്മളെ മനനം ചെയ്ത് ശുദ്ധി വരുത്തുക. അതാണ് ഏറ്റവും വലിയ മാർഗം. നന്ദി, നമസ്കാരം.